വികാരിയച്ഛ, സിസ്റ്റേഴ്സ്, കൈക്കാരന്മാരെ, സെന്റ് ജോസഫ് കൂട്ടായ്മയിലെ എല്ലാ കുടുംബാംഗങ്ങളെയും, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന ഈശോയുടെ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് തന്നെ നന്ദിയുടെ ഒരു വാക്ക്. ആദ്യമായിട്ട് നന്ദി പറയുന്നത് നമ്മുടെ വികാരിയച്ഛനാണ്. ഞാൻ നല്ല ഇടയനാണ് എന്ന് ഈശോയെ പോലെ നല്ല ഇടയനായി നിന്നുകൊണ്ട് എപ്പോഴും ചിരിച്ച മുഖവുമായി എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെന്നാലും വളരെ സ്നേഹത്തോടെ, നമുക്ക് ചിലപ്പം ദുഃഖത്തോടെ ആയിരിക്കും നമ്മൾ അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നത്, അല്ലെങ്കിൽ അച്ഛനെ വിളിക്കുന്നത്. അച്ഛൻ സ്നേഹത്തോടെ പറയും, ഞാൻ പ്രാർത്ഥിച്ചേക്കാം, അല്ലെങ്കിൽ ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ പറയുന്ന അച്ഛന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായിട്ട് സിസ്റ്റേഴ്സിനാണ്. വളരെ തിരക്കുകളുള്ള 2 സിസ്റ്റേഴ്സാണ്. ഒരു സിസ്റ്റർ നാളെ സ്കൂളിൽ പോകണം, ഒരു സിസ്റ്ററാണ് മാതൃദീപ്തിയെ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. ഇത്ര മനോഹരമായിട്ട് മാതൃദീപ്തിയെ കൊണ്ട് നടക്കുന്ന എൽസ അമ്മയ്ക്ക് ഈ ഗ്രൂപ്പിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊടുക്കും. അടുത്തതായിട്ട് സിസ്റ്റർ ലിനിറ്റിനാണ്. സിസ്റ്ററിന് നാളെ സ്കൂളിൽ പോകേണ്ടതാണ്. ഒത്തിരി വർക്കുകളുണ്ട്. എങ്കിലും വർക്കുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് സെന്റ് ജോസഫ് കൂട്ടായ്മയിലേക്ക് വരുവാനും കുടുംബാംഗങ്ങളെ കാണുവാനും ഒക്കെ കാണിച്ച ആ മനസ്സിന് സ്നേഹത്തോടെ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അടുത്തത് ഒരു ഇടവകയുടെ നെടുന്തൂണെന്ന് പറയുന്നത് അവിടുത്തെ കൈക്കാരന്മാരാണ്. ഏത് അവസരത്തിലും എന്താവശ്യങ്ങളിലും ഇടവകയോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇടവകയ്ക്ക് വേണ്ടി ജീവിക്കുന്ന സോണി തേക്കുംകാട്ടില് ജോസ് ചേട്ടന്, പിന്നെ നമ്മുടെ കൂട്ടായ്മയിലെ ബിനി ചേട്ടന്, ഇവർക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായിട്ട് നന്ദി അറിയിക്കേണ്ടത് രാവിലെ 10 മണി മുതൽ ആദ്യകാല ക്രൈസ്തവരെ പോലെ ഒരുങ്ങിയോടെ ഇവിടെ വന്ന് കപ്പ പൊളിക്കുകയും കറി വയ്ക്കുകയും ഒക്കെ ചെയ്ത ഒത്തിരി കുടുംബാംഗങ്ങളുണ്ട്. ഞാനില്ല കേട്ടോ, വേദപാഠത്തിന് പോയതായിരുന്നു. എങ്കിലും ഇവിടെ നല്ല സ്വരുമിയോടെ നല്ല സ്നേഹത്തോടെ ഇവിടെ വന്ന് അവരുടെ വീട്ടിലെ പണികളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ വാർഷിക ആഘോഷത്തെ മനോഹരമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തോടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായിട്ട് അവതാരക, വളരെ മനോഹരമായിട്ട് ടീച്ചർ അത് അവതരിപ്പിക്കുന്നുണ്ട്. ടീച്ചറിന് നന്നായിട്ട് അറിയാം. വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ടീച്ചറിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ബെന്നിച്ചേട്ടനെ ഒന്നും കൂടി എടുത്ത് പറയേണ്ട ഒരാവശ്യമുണ്ട്. കാരണം ഈ കറി വെക്കാനും കപ്പ പൊളിക്കാനും ഒക്കെ ചേച്ചിമാരെയൊക്കെ വിളിച്ചു കൂട്ടാനായിട്ട് അനുവിനോട് പറഞ്ഞു കൊടുക്കുന്നത് ബെന്നിച്ചേട്ടനായിരിക്കാം. അനു ഗ്രൂപ്പില് മെസ്സേജ് ഇടുന്നതേ എല്ലാവരും ഓടിയെത്തുന്നു. അപ്പം ഇത്രയും ത്യാഗം സഹിക്കുന്ന ബെന്നിച്ചേട്ടനും സ്നേഹത്തോടെ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.